എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളെ കാണുന്ന പോലെ ഹോണ്ടയുടെ ഏറ്റവും പുതിയ ആക്റ്റീവ 110 2025 മോഡലിൻ്റെ സ്റ്റാൻഡേർഡ് മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഫോർ മണി ആയിട്ട് എടുക്കാൻ പറ്റിയൊരു മോഡൽ കൂടിയാണ് ഈ ആക്റ്റീവ 110 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ എൻ്റെ ഡീലക്സ് മോഡലിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇതെന്താണ് സ്റ്റാൻഡേർഡ് മോഡലിൽ വന്നിരിക്കുന്ന മാറ്റം എന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ഐക്കൺ ഓണാക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇതുപോലുള്ള എല്ലാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനും കിട്ടുന്നതാണ്. നേരെ നമുക്ക് ഇതിൻ്റെ റിവ്യൂയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്തുകൊണ്ട് ഇതിനെ ഞാൻ ഒരു വാല്യൂ ഫോർ മണി എന്ന് വിളിക്കാൻ ഉള്ള കാരണം എന്ന് വെച്ചാൽ ഇതിന് മുമ്പുള്ള 2024 മോഡൽ ആക്റ്റീവ 110 നമുക്കറിയാം. അതെടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സെയിം മോഡലായിരിക്കും കിട്ടുന്നത്. DLX മോഡലിൽ നമുക്ക് LED ലൈറ്റ് ആയിരിക്കും കിട്ടുന്നത്. മീറ്റർ ഈ കാണുന്ന പോലെ സെയിം തന്നെ പോലെ തന്നെ അൺലോക്ക് മീറ്റർ തന്നെ ആയിരുന്നു. അതിന് ഏകദേശം 1,13,000 അല്ലെ 12,000 രൂപയായിരുന്നു ഓൺ റോഡ് ഇറക്കാൻ പറ്റുമെങ്കിൽ ഇതിനും ഏകദേശം ആ സെയിം, അതായത് ഇപ്പം 2025 മോഡൽ DLX അല്ല വരുന്നത്, സ്റ്റാൻഡേർഡ് മോഡലാണ് ഞാൻ ഈ പറയുന്നത്. DLX മോഡലിന് 1,24,500 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നതെങ്കിൽ ഈ ഒരു മോഡൽ ബേസ് മോഡലിന് ഏകദേശം 1,13,000 രൂപയ്ക്കകത്ത് അല്ലെങ്കിൽ 1,07,000 to 1,13,000 രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. 2024 മോഡൽ DLX മോഡൽ നമ്മുടെ കയ്യിരുന്ന അതേ ഇതിലാണ് ഇത് വന്നിരിക്കുന്നത്. കാരണം അന്നിലും അലോയ് വീൽ വരുന്നില്ലായിരുന്നു. 2024 മോഡൽ ആക്റ്റീവയ്ക്ക് അലോയ് വീൽ വരുന്നില്ലായിരുന്നു, ഡിജിറ്റൽ മീറ്ററും വരുന്നില്ലായിരുന്നു. ഉള്ളി ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ LED ലൈറ്റ് ആയിരിക്കും ഇതിന് പകരം LED ലൈറ്റ് ആയിരിക്കും വരുന്നതെന്നുള്ളത് മാത്രമാണ് 2024 മോഡൽ ആക്റ്റീവയുടെ DLX മോഡലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ. അപ്പോൾ ഇത് അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് സാധാ ഹാലജൻ ബൾബ് വരുന്നു എന്നുള്ളത് മാത്രമാണ് 2025 മോഡൽ ബേസ് മോഡലിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് 2024 മോഡൽ ടോപ്പ് മോഡൽ എടുക്കുന്നതിനെക്കാട്ടിലും 2025 മോഡൽ ബേസ് മോഡൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം ഇപ്പോഴും സ്റ്റോക്ക് നിലവിൽ ഷോറൂമിലൊക്കെ അവൈലബിൾ ആണ്. അത് പറയാൻ ഒരു കാരണം എന്ന് വെച്ചാൽ 2024 മോഡൽ ആക്റ്റീവയെക്കാട്ടിലും ഓരോ ഓപ്ഷൻ ഒന്നല്ല 2 ഓപ്ഷൻ ഇതിന് കൂടുതലായിട്ട് വരുന്നുണ്ട്, സ്റ്റാൻഡേർഡിന് കൂടുതലായിട്ട് വരുന്നുണ്ട്. അതെന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കാണുന്ന പോലെ കണ്ടില്ലേ, ഓട്ടോ സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെ അത് ഇതിൽ വന്നിട്ടുണ്ട്. അതായത് സ്റ്റാൻഡേർഡ് മോഡലിലും ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ചാണിത്, വിത്ത് സെൽഫാണ്. നമുക്കിവിടെ പഴയ മോഡലിൽ എൻജിൻ സ്വിച്ച് ആയിരുന്നു വരുന്നത് DLX മോഡലിനും. അത് മാറ്റി ഈ ടെക്നോളജി സ്വിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആക്ടിവേഷനാണ്. ഇതെങ്ങനെയാണ് നോക്കുന്നത് വെച്ചാൽ നമ്മൾ ചെന്ന് നിർത്തിക്കഴിഞ്ഞാൽ ആ ലൈറ്റിങ്ങിനെ മിന്നും. ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി സ്റ്റാർട്ടാവും. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ടെക്നോളജി പഴയ മോഡലിൽ ടോപ്പ് മോഡലിനെ പോലും വരുന്നില്ലായിരുന്നു. എന്നാൽ പുതിയ മോഡലിൻ്റെ ബേസ് മോഡലിലും ആ ഒരു ടെക്നോളജി ഇപ്പോൾ നിലവിൽ ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു നല്ല കാര്യം തന്നെയാണ്. കണ്ടില്ലേ ഇങ്ങനെ സ്റ്റാർട്ടാവുന്നു. അതുകൂടാതെ ഇൻബിൽറ്റായിട്ട് ഒരു ഗ്ലോ ബോക്സ് വരുന്നത് കണ്ടില്ലേ, ഈ കാണുന്ന പോലെ ഒരു ഗ്ലോ ബോക്സ് വരുന്നു. മൊബൈൽ ചാർജർ ഇതിന് ഓപ്ഷനാണ് വരുന്നത്. ഇതിൻ്റെ DLX മോഡലിൽ മാത്രമാണ് മൊബൈൽ ചാർജർ ഇൻബിൽറ്റായിട്ട് വരുന്നത്. ഇതിൽ ഓപ്ഷനാണ്. കണ്ടില്ലേ, നമുക്ക് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഹോണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ആ ഒരു ഇതെല്ലാം സെയിം തന്നെയാണ്. ഫ്രണ്ടിലായിട്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷന് ഡ്രം ബ്രേക്ക് വരുന്നു. ബാക്കിലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടേ ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷോക്ക് കൊടുത്തിട്ടുണ്ട്. കിക്കർ വരുന്നുണ്ട്, സെൽഫും വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് ഡ്രം വീൽ തന്നെയാണ് വരുന്നത്. ഏകദേശം ബാക്കിലെ ടയറിൻ്റെ സൈസ് വരുന്നത് 100-90 10-ൻ്റെയാണ്. ഫ്രണ്ടിലെയാണ് 12-ൻ്റെ വീലും കാര്യങ്ങളൊക്കെ വരുന്നത്. നേരെ നമുക്ക് ബാക്ക് സൈഡിലെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ LED ലൈറ്റ് ഇതിനും വരുന്നില്ല. കണ്ടില്ലേ, ആ ഒരു പഴയ ക്ലാസിക് ടച്ച് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. E20 പെട്രോളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മോഡലാണ്. ബാക്കിലായിട്ടാണ് പെട്രോൾ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. സൈലൻസർ ഈ രീതിയിൽ കൊടുത്തിരിക്കുന്നു. OBD2Bയുടെ ഒരു സെൻസർ നമുക്ക് ഈ ഭാഗത്തായിട്ട് കണ്ടില്ലേ, ഈ ഭാഗത്തായിട്ട് കാണാം. അപ്പോൾ ഇത് ഏറ്റവും പുതിയ മോഡൽ ബേസ് മോഡലാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു വാല്യൂ ഫോർ മണി വണ്ടിയാണെന്നുള്ളത്. ഡിസൈൻ കണ്ടില്ലേ, അതും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങളാണ് പുതിയ മോഡലിൽ വന്നിരിക്കുന്നത്. ഈ ക്രോമിൻ്റെ ഫിനിഷ് ആ ഒരു ഭാഗങ്ങളൊക്കെ. ഇതൊരു വൈറ്റ് വണ്ടി ആയതുകൊണ്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നമുക്ക് ഈ മീറ്ററിൽ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, പഴയുള്ള DLX മോഡലിനും സെയിം അൺലോക്ക് മീറ്റർ തന്നെയായിരുന്നു. എങ്കിലും ഇതിൽ ഡിസൈനിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഗ്രാഫിക്സിൽ വ്യത്യാസം വരുന്നുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ താക്കോൽ ഓണാക്കുവാണെങ്കിൽ ഇത്രയും വാണിങ്ങൾ അടക്കം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഡിമ്മും ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, എൻജിൻ്റെ വാണിങ്, ഈ ഓട്ടോ സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെ വാണിങ്. പിന്നെ നമുക്ക് ഫ്യൂവലിൻ്റെ ഇത് കാണാം, സ്പീഡിൻ്റെ കാണാം. ഈ എക്കോണമി എന്ന് എഴുതിയേക്കുന്ന ഈ 30 to
50-നുള്ളിൽ പോകുമ്പോഴാണ് നമുക്ക് ഈ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. അങ്ങനെയാണ് ഹോണ്ട ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടി എക്കോണമി എന്നുള്ള ആ ഗ്രീൻ ലൈൻ, മറ്റേതിനകത്താണെങ്കിൽ എക്കോണമി എന്നുള്ള ഡിജിറ്റൽ മീറ്റർ മണ്ടയ്ക്ക് പ്രത്യേക സെക്ഷനായിട്ട് കൊടുത്തിരുന്നു. ഇതിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു മാറ്റം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പാർക്ക് ലൈറ്റ് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, പാർക്ക് ലൈറ്റ് കിട്ടുന്നുണ്ട്. പുതുതായിട്ട് LED ലൈറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഹാലജൻ ബൾബ് തന്നെയാണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ഹാലജൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസ് മോഡലിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പഴയ 2024 മോഡലിനെക്കാട്ടിൽ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. പ്രൈസിങ്ങും ഏകദേശം ആ പഴയ DLX മോഡൽ എടുക്കുന്ന അത്രയും ഈ ഒരു പുതിയ ബേസ് മോഡൽ എടുക്കാൻ വരുന്നുള്ളൂ. എന്നാൽ കൂടുതൽ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞത്, ഇതിൻ്റെ ഒരു വാല്യൂ ഫോർ മണി തന്നെയാണ് ഇതിൻ്റെ ഒരു ബേസ് മോഡൽ എന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇതിന് DLX വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ, റൈഡിംഗ് റിവ്യൂ അടക്കം ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോ. ഈ വണ്ടിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് എടുക്കാൻ പോകുന്നവർക്ക് ഒരു ഉപകാരമായിരിക്കും. നിലവിൽ എല്ലാ ഷോറൂമുകളിലും ഇത് അവൈലബിളായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.